ഹംസിനിക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. 3 അരുമയായ കുട്ടികൾ. ഒരു ദിവസം ഹംസിനി മറ്റൊരു കുട്ടിക്ക് കൂടി ജന്മം നൽകി. ഈ കുഞ്ഞ് മറ്റു 3 പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിന്റെ ചിറകുകളും കൊക്കും സ്വർണവർണ്ണത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹംസിനി അതിന്റെ പേര് ഗോൾഡി എന്നാക്കി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, മോനെ ഗോൾഡി, നീ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. നിനക്കിനി പറക്കാൻ സമയമായി. നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അമ്മേ, ഞാൻ വായുവിൽ എത്ര തവണ ചിറകിട്ടടിച്ചിട്ടും എനിക്ക് ആകാശത്തേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. എന്റെ ചിറകുകൾ യഥാർത്ഥ സ്വർണം കൊണ്ടുള്ളതാണ്. ജീവിതകാലം മുഴുവൻ എനിക്ക് പറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗോൾഡി ഏറെ വിഷമത്തോടെ ഈ സത്യം വെളിപ്പെടുത്തി. ഈ സമയത്താണ് ഇരയെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന 2 കഴുകന്മാർ അവിടേക്ക് എത്തിയത്. ഈ കുടുംബത്തെ മൊത്തമായി കാണുമ്പോൾ തന്നെ സ്വാദൂറുന്നതായി തോന്നുന്നു. എന്തായാലും കുശാലാകും. അവരെ കണ്ടതും ഹംസിനിയും മറ്റു 3 കുട്ടികളും വല്ലാതെ പേടിച്ചു. എന്നാൽ ഗോൾഡി അവരുടെ മുന്നിൽ നിലയുറപ്പിച്ചു. നിങ്ങൾ ദുരുദ്ദേശത്തോടെ എന്റെ അമ്മയെയും സഹോദരങ്ങളെയും നോക്കേണ്ടതില്ല. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. ഈ അമിട്ട് പോലെ ഇരിക്കുന്ന ഹംസം ഞങ്ങളെ ആക്രമിക്കുമെന്നോ? ഈ പരിഹാസം കേട്ടപ്പോൾ ഗോൾഡിക്ക് ദേഷ്യം വന്നു. അവൻ തന്റെ കൊക്കുകൊണ്ട് ആ 2 കഴുകന്മാരെയും ആക്രമിക്കാൻ തുടങ്ങി. അവന്റെ കൊക്കിൽ നിന്നും ഒരു തരത്തിലുള്ള കറണ്ട് പ്രവഹിക്കുവാൻ തുടങ്ങി. അതേറ്റ് 2 കഴുകന്മാരുടെയും അവസ്ഥ പരിതാപകരമായി. ഇതിനെന്തോ മന്ത്രശക്തിയുണ്ട്. ഇത് കറണ്ട് അടിപ്പിക്കുന്നുണ്ട്. കഴുകന്മാർ പെട്ടെന്ന് രക്ഷപ്പെട്ട് പറന്നു കളഞ്ഞു. കുടുംബം സന്തുഷ്ടരായി. ഇതിന്റെ അർത്ഥം നിന്റെ കൊക്കിന് ദിവ്യശക്തി ഉണ്ടെന്നാണ്. നിനക്ക് ദേഷ്യം വരുമ്പോൾ അതിലൂടെ കറണ്ട് വരും. ഇത് കേട്ടപ്പോൾ ഗോൾഡിക്ക് സന്തോഷമായി. അവൻ പറഞ്ഞു, അത് നന്നായി. എനിക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും കുടുംബത്തിന്റെ കാവലാളായി ഇരിക്കാൻ കഴിയുമല്ലോ. അടുത്ത ദിവസം ഹംസിനി ഗോൾഡിയെ തനിച്ചാക്കി മറ്റു 3 കുട്ടികളോടൊപ്പം ആഹാരം അന്വേഷിച്ചിറങ്ങി. വൈകിട്ടോടെ ഭക്ഷണം ശേഖരിച്ച് 4 പേരും മടങ്ങിയെത്തി. ഹംസിനി താൻ തേടിക്കൊണ്ടുവന്ന ആഹാരത്തിന്റെ പകുതി ഗോൾഡിയുടെ മുന്നിലേക്ക് വെച്ചു. മക്കളെ, നിങ്ങൾ തേടിക്കൊണ്ടുവന്ന ആഹാരത്തിൽ നിന്ന് കുറേശ്ശെ നിങ്ങളുടെ സഹോദരന് കൊടുക്കൂ. അങ്ങനെ അവന്റെ പങ്കു തികയ്ക്കൂ. പക്ഷേ അമ്മേ, ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ആഹാരം തേടിപ്പിടിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ ഗോൾഡിക്ക് പറക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ദിനവും അവനുള്ള ആഹാരം കൂടി കണ്ടെത്തണം. അവൻ നിങ്ങളുടെ സഹോദരനാണെന്ന് മറക്കരുത്. സഹോദരങ്ങൾ ഹംസിനി പറഞ്ഞത് അതേപടി അനുസരിച്ചു. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഗോൾഡിയോടുള്ള വിദ്വേഷം നുരപൊന്തിയിരുന്നു. ഗോൾഡിക്ക് പറക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഹംസിനി 3 പേർക്കും നൽകിയിരുന്നതിനേക്കാൾ സ്നേഹവും ശ്രദ്ധയും ഗോൾഡിക്ക് നൽകിയിരുന്നു. മറ്റു 3 സഹോദരങ്ങൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മേ, ഗോൾഡി ഇതുവരെയും ഇവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. കാടിന്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ അവന്റെ ഉള്ളിലും ആഗ്രഹം കാണില്ലേ? അവൻ അതിന് പറക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കതിൽ എന്താണ് ചെയ്യാനാവുക? ഗോൾഡി, നിനക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ എന്താ? നിന്നെ ഞങ്ങൾ ഇന്ന് കാട് മുഴുവനും ചുറ്റിക്കാണിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞിട്ട് അവർ 3 പേരും ഒരു കമ്പ് എടുത്തുകൊണ്ടുവന്നു. 2 പേർ ചേർന്ന് കമ്പിന്റെ 2 അറ്റം കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചു. ഗോൾഡി, നീ നിന്റെ കൊക്കുകൊണ്ട് ഈ കമ്പിൽ കടിച്ചു തൂങ്ങൂ. അതിനെ വിട്ടുകളയരുത്. അത് കേട്ടപ്പോൾ ഗോൾഡിക്കും വളരെയധികം സന്തോഷമായി. അവൻ കമ്പിൽ കടിച്ചു തൂങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ചേർന്ന് കമ്പിനെ ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് പറന്നു. 3ാമത്തെ സഹോദരനും അവരുടെ പിന്നാലെ പറന്നു. ഗോൾഡിക്ക് ആകാശത്ത് നിന്ന് നോക്കുമ്പോഴുള്ള കാടിന്റെ മനോഹാരിത ഏറെ ഇഷ്ടപ്പെട്ടു. കാടിന്റെ ഒത്ത നടുവിലായി വലിയൊരു കിണറുണ്ടായിരുന്നു. അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് ആരും ഇതുവരെ തിട്ടപ്പെടുത്തിയിരുന്നില്ല. 4 സഹോദരങ്ങളും ഏതാണ്ട് കിണറിന്റെ അടുത്ത് പറന്നെത്തി. ഹേ ഗോൾഡി, നീ ഞങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത്. നീ ഞങ്ങളെക്കാൾ ഇളയവനാണ്. എന്നിട്ടും അമ്മയ്ക്ക് നിന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രിയം. ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടുവരുന്ന ആഹാരത്തിന്റെ കുറച്ചു ഭാഗം നിനക്ക് പങ്കുവെക്കേണ്ടിയും വരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. ഇപ്പോൾ എന്നേക്കുമായി ഞങ്ങൾ നിന്നെ ഒഴിവാക്കുകയാണ്. 2 സഹോദരങ്ങളും കമ്പിലുള്ള പിടുത്തം വിട്ടു. ഗോൾഡി നേരെ കിണറ്റിനുള്ളിലേക്ക് വീഴാൻ തുടങ്ങി.
ഇതിനുശേഷം 3 സഹോദരങ്ങളും കരഞ്ഞു വിളിച്ചുകൊണ്ട് ഹംസിനിയുടെ അടുത്തേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ഹംസിനിക്ക് ആകെ ആശങ്കയായി. ഞങ്ങൾ 3 പേരും ഗോൾഡിയുമായി നദിയുടെ മുകളിലൂടെ പറക്കുകയായിരുന്നു. അവൻ അവിചാരിതമായി വായി തുറന്നത് കാരണം പിടിവിട്ട് നദിയിലേക്ക് വീണു. ഞങ്ങൾ അവനെ രക്ഷിക്കാൻ ആവതും ശ്രമിച്ചു, എന്നാൽ അവൻ നദിയിൽ മുങ്ങിത്താഴ്ന്നു പോയി. വാർത്ത കേട്ട് ഹംസിനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. എന്നാൽ മറുവശത്ത് ഗോൾഡൻ കിണറ്റിലേക്ക് വീണുവെങ്കിലും അവിടെ നിന്ന് മറുവശ കാഴ്ച അവനെ ഏറെ അത്ഭുതപ്പെടുത്തി. കിണറിനപ്പുറം ഭൂമിക്കടിയിലായി ഏറെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവനൊരു മുയലിനെ കണ്ടുമുട്ടി. അല്ല, നീ ആരാ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇത് കേട്ട് ഗോൾഡി നടന്നതെല്ലാം അവനോട് പറഞ്ഞു. എന്തു ദുഃഖകരമായ കാര്യമാണ്. നിന്റെ സ്വന്തം സഹോദരങ്ങൾ കൊല്ലുവാനായി കിണറ്റിലേക്ക് എറിഞ്ഞു വന്നോ? നീ വിഷമിക്കണ്ട, ഇവിടെ നിനക്കുള്ള എല്ലാ ചികിത്സയും നടക്കുകയും ചെയ്യും. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുമാകും. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ ജംബോ ആനയെ വിളിച്ചു. വിളി കേട്ടതും അതവിടേക്ക് വന്നു. നിന്റെ കൊക്കുകൾക്ക് കറണ്ട് അടുപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്, പക്ഷെ ചിറകുകൾക്ക് ഭാരം കൂടുതലാണ്. ഇതു കാരണം നിനക്ക് പറക്കാൻ കഴിയില്ല. ശരി, ഞാൻ അതിനെ ചികിത്സിച്ച് ശരിയാക്കി തരാം. ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഇത് കേട്ട് ജംബോ തന്റെ തുമ്പിക്കൈ കൊണ്ട് ഗോൾഡിയുടെ ചിറകുകളെ ഒരു പ്രാവശ്യം തഴുകി. തന്റെ സ്വർണ്ണവർണ്ണ ചിറകുകൾ മനോഹരമായ ചുവപ്പ് ചിറകുകളായി മാറി. അവന് വായുവിലേക്ക് ഉയരാനും സാധിച്ചു. ഹായ്, എനിക്കിപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ട്. വളരെ വളരെ നന്ദി ജംബോ. അതൊന്നും വലിയ കാര്യമല്ല. മോസ്റ്റ് വെൽക്കം. ഞാനിനി മടങ്ങുന്നു. അമ്മ എന്നെ കാണാതെ ഏറെ വിഷമിക്കുന്നുണ്ടാവും. അവരോട് യാത്ര ചോദിച്ചിട്ട് അവൻ വീട് ലക്ഷ്യമാക്കി പറന്നു. മറുവശത്ത് കഴുകന്മാർ ഗോൾഡിയുടെ കുടുംബത്തെ ആക്രമിക്കുവാൻ തയ്യാറായി നിന്നു. നിങ്ങളെ രക്ഷിക്കാനുള്ളവരും പോയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കുള്ള സദ്യ ഒരുങ്ങി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഗോൾഡിയെ കിണറ്റിട്ട് കൊല്ലാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ഈ ദുഷ്ടന്മാരായ കഴുകന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അതെ അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനോട് അസൂയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊല്ലുന്നതിനായി കിണറ്റിലേക്ക് എറിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു പോയ തെറ്റിൽ കുറ്റബോധം തോന്നുകയാണ്. ഇനി നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഞാൻ ജീവനോടെ ഇരിക്കും കാലം നിങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല. അതൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ തന്നെ തീർക്കാം. 2 കഴുകന്മാരും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. ആ സമയം ഗോൾഡി അവരുടെ മുന്നിലേക്ക് പറന്നിറങ്ങി. ഭഗവാനെ, ഇവൻ എങ്ങനെ തിരിച്ചു വന്നു? ഗോൾഡി തന്റെ മാന്ത്രിക ശക്തിയുള്ള കൊക്കുകൊണ്ട് ഓരോ കഴുകനെയായി ആക്രമിക്കുവാൻ തുടങ്ങി. 2 പേരുടെയും ശരീരത്തിൽ നന്നായി കറണ്ട് അടുപ്പിച്ചു. കറണ്ട് കൊണ്ടുള്ള ശക്തമായ ആക്രമണത്തിൽ 2 പേർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന നില വന്നു. രക്ഷപ്പെടൂ! ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഇവൻ കറണ്ട് അടുപ്പിച്ച് നമ്മളെ കൊല്ലും. 2 പേരും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് പറന്നുപോയി. സഹോദര, ഞങ്ങളോട് ക്ഷമിക്കൂ. നിന്നെ കൊല്ലാനാണ് ഞങ്ങൾ അവിടെ തള്ളിയത്. പക്ഷേ ഇന്ന് നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് എനിക്കിന്ന് പറക്കാൻ സാധിക്കുന്നത്. നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ. ഹംസിനി അവനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഗോൾഡി ഉണ്ടായ കഥകളെല്ലാം അവളെ കേൾപ്പിച്ചു. അന്നു മുതൽ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി.